നമസ്കാരം ഹരിച്ചേട്ടാ. നമസ്തേ. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് അങ്ങ് വീണ്ടും ഭാരത് ലൈവില് ഒരു വിഷയവുമായിട്ട് സംസാരിക്കാൻ വരുന്നത്, ചർച്ചയ്ക്ക് വരുന്നത്. സ്വാഗതം. നമ്മുടെ നമസ്കാരം, നന്ദി. നമ്മുടെ ഈ നിരവധി പിടികിട്ടാപ്പുള്ളികളെ കുറിച്ച് നമ്മുടെ കേരള പോലീസിന്റെ ചരിത്രത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ കഴിഞ്ഞ ആഴ്ച വീണ്ടും നമ്മുടെ ചർച്ചകളിലേക്ക് കടന്നു വന്ന ഒരു സംഭവം പഴയ സുകുമാരക്കുറുപ്പിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഈ അടുത്ത കാലത്ത് നമ്മുടെ സർക്കാർ മാറി അധികാരത്തിൽ വന്ന ശേഷം ആഭ്യന്തര വകുപ്പിന്റെ ചുമതല ഏറ്റെടുത്ത ശ്രീ രമേശ് ചെന്നിത്തല പോലീസിനൊരു നിർദ്ദേശം കൊടുത്തു. ഈ സുകുമാരക്കുറുപ്പിനെ ഏത് വിധേനയും കണ്ടുപിടിക്കണം, ആള് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്ത് നിയമത്തിന്റെ മുന്നിൽ എത്തിക്കണം, അല്ല മരിച്ചുപോയെങ്കിൽ അതിന്റെ വിശദ വിവരങ്ങൾ സമർപ്പിക്കണം എന്നൊരു നിർദ്ദേശം അദ്ദേഹം കൊടുത്തിട്ടുള്ളതായിട്ട് നമ്മൾ വാർത്തകളിലൊക്കെ വായിച്ചു. ഈ സുകുമാരക്കുറുപ്പിന്റെ സംഭവം വളരെ പഴയ, ഏതാണ്ട് ഒരു 4 പതിറ്റാണ്ട് മുമ്പ് നടന്ന ഒരു കേസാണ്. ഒരു ഫിലിം റെപ്രസെന്റേറ്റീവിനെ ഇങ്ങനെ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് സുകുമാരക്കുറുപ്പ് കൊലപ്പെടുത്തി എന്നുള്ളതാണ് കേസ്. ഇപ്പോൾ ഈ കേസ് വീണ്ടും ചർച്ചയായിരിക്കുമ്പോൾ അന്ന് പോലീസിനെ വെട്ടിച്ച് മുങ്ങിയ സുകുമാരക്കുറുപ്പിനെ പിന്നെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. പക്ഷെ പലതവണ പോലീസ് പല പ്രയത്നങ്ങളും നടത്തി, അത് പക്ഷെ പരാജയപ്പെട്ടു പോയി. ഇതിന്റെയൊക്കെ വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. അപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ഈ വിഷയം വിശകലനം ചെയ്യുമ്പോൾ അങ്ങേക്ക് ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് അങ്ങ് ഈ വിഷയത്തെ സമീപിച്ചിട്ടുണ്ട്, ഇത് സംബന്ധിച്ച് വാർത്തകൾ ചെയ്തിട്ടുണ്ടെന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ സുകുമാരക്കുറുപ്പ് ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് ഇന്ത്യക്കകത്താണോ പുറത്താണോ? അദ്ദേഹത്തെ പിടികൂടാൻ പോലീസിന് സാധിക്കുമോ? എന്തുകൊണ്ടാണ് ഇപ്പോഴും ഈ സുകുമാരക്കുറുപ്പ് പോലീസിന്റെ കൺവെട്ടത്ത് നിന്ന് കാണാമറയത്ത് ഇങ്ങനെ കഴിയുന്നത്? അദ്ദേഹത്തെ പിടികൂടാൻ സാധിക്കാതെ പോയതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് ചുരുക്കി വിശദീകരിച്ചാൽ നല്ലതായിരുന്നു. കേരള പോലീസിന്റെ കേസുകളിൽ, കേരള പോലീസ് കൈകാര്യം ചെയ്യുന്ന കേസുകളിൽ ഇപ്പോഴും ഒരു പ്രഹേളികയാണ് സുകുമാരക്കുറുപ്പിന്റെ കേസ്, അല്ലെങ്കിൽ ചാക്കോ വധ കേസ്. സുകുമാരക്കുറുപ്പ് ശരിക്കു പറഞ്ഞാൽ പലപ്പോഴും അത് ഈ കേസ് സംബന്ധിച്ച് നമ്മൾ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകള്, അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ മാധ്യമങ്ങളിൽ നടത്തുന്ന ചർച്ചകൾ, ഇതൊക്കെ തന്നെ ഈ ദുരൂഹതയുടെ ഒരു ആഴം വർദ്ധിപ്പിക്കുകയല്ലാതെ അതിനൊരു കൃത്യമായ ഒരു ലീഡ്, ഒരു കൃത്യമായ മറുപടി, ഒരു അതിലേക്ക് നയിക്കുന്നത് പോലും ഒരു കാര്യങ്ങളും ഇതുവരെ പുറത്തില്ല. ഏറ്റവും ഒടുവിൽ ഇപ്പോ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല ഈ സുകുമാരക്കുറുപ്പ് കേസ് അന്വേഷിക്കാനായിട്ട് വീണ്ടും പോലീസിനെ, അല്ലെങ്കിൽ ഊർജിതപ്പെടുത്താനായിട്ട്, കേസ് അന്വേഷണം അവസാനിച്ചിട്ടില്ല, ഇത് പുനരന്വേഷണം അല്ല, പണ്ടത്തെ അന്വേഷണം. അപ്പൊ അന്വേഷണം ഒന്നുകൂടെ ഊർജിതപ്പെടുത്തുന്നു. അതിന് ഊർജിതപ്പെടുത്താനായിട്ട് വീണ്ടും നിർദ്ദേശം നൽകിയിരിക്കുന്നു. നിർദ്ദേശം നൽകുമ്പോ ഈ മാധ്യമങ്ങളിലൊക്കെ നടക്കുന്ന ചർച്ചകൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, പൊതുവെ മാധ്യമപ്രവർത്തകരാണെങ്കിലും അല്ലെങ്കിൽ അതുപോലെ ചർച്ചയിൽ പങ്കെടുക്കുന്നവരാണെങ്കിലും കേരള പോലീസിനെ ഒന്ന് പുകഴ്ത്തി, കേരള പോലീസ് എന്ന് പറയുന്നത് അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സേനയാണെന്നും, അതുപോലെ തന്നെ രാഷ്ട്രീയ ഇടപെടലുകളാണ് പോലീസിനെ പലപ്പോഴും ശരിയായ ഒരു റിസൾട്ട് അന്വേഷണങ്ങൾക്ക് ലഭിക്കാത്തതിന്റെ കാരണം എന്നൊക്കെയുള്ള രീതിയിലാണ് ചർച്ചകൾ നടക്കുന്നത്. പക്ഷേ ദൗർഭാഗ്യവശാല് ആ അഭിപ്രായത്തോടെ എനിക്ക് യോജിപ്പില്ല. ഈ സംഭവം നടക്കുന്നത് 1984-ലാണ്. 84 ജനുവരിയിലാണെന്നാണ് എനിക്ക് എന്റെ ഓർമ്മ. അതായത് ഇപ്പൊ ഈ കേരള പോലീസ് അന്വേഷണം തുടങ്ങിയിട്ട് 42 കൊല്ലം കഴിഞ്ഞു. 4 പതിറ്റാണ്ട് ഒരു ഏജൻസി ഒരു കേസ് അന്വേഷിച്ചിട്ട് ആ ഏജൻസിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലെങ്കിൽ വീണ്ടും ആ ഏജൻസിയെ തന്നെ ഏൽപ്പിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് ചിന്തിക്കുന്ന ആനാണ് എന്റെ സാമാന്യ ബുദ്ധി കൊണ്ട് എനിക്ക് തോന്നുന്നത്. കാരണം ഈ 42 കൊല്ലത്തിനിടയിൽ വിവിധ ഉദ്യോഗസ്ഥർ ഇത് അന്വേഷിച്ചു. ഇത് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന്റെ തലയിൽ വെച്ചിട്ട് നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. വിവിധ ഉദ്യോഗസ്ഥർ വിവിധ ടീമുകൾ അന്വേഷിച്ചിട്ട് ഈ കേസിന് ഒരു തുമ്പും കിട്ടിയില്ലെന്ന് മാത്രമല്ല, അതിന്റെ ദുരൂഹതകൾ വീണ്ടും വീണ്ടും വർദ്ധിച്ചു. അപ്പൊ അതേ ഏജൻസിയെ കൊണ്ട് തന്നെ പിന്നെ അന്വേഷിപ്പിക്കുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത്?
അന്വേഷണ അതെ. ഉദ്യോഗസ്ഥന്മാരെന്ന വ്യക്തികളുടെ കുഴപ്പമാണിതെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊരു സിസ്റ്റമിക് ഫോൾട്ടാണ്. അതായത് ഈ അന്വേഷണ സംവിധാനത്തിൽ അവിടെ ഒരു സിസ്റ്റം, ആ സിസ്റ്റത്തിന്റെ പരിമിതിയാണ് ഈ സുകുമാരക്കുറുപ്പ് കേസിൽ നിന്നും പുറത്തു വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ രാഷ്ട്രീയ ഇടപെടൽ എന്നുള്ള ഒരു കാരണം കാണും. അതായത് സിസ്റ്റമിക് ഫോൾട്ട് എന്തുകൊണ്ട്, സിസ്റ്റത്തിന് ഒരു ഫോൾട്ട് ഉണ്ടെന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് സിസ്റ്റത്തിന് ഫോൾട്ട് എന്നൊരു ചോദ്യം വരും. അപ്പൊ അത് പിന്നെ ഉദ്യോഗസ്ഥരുടെ കുഴപ്പമാണെന്ന് പറഞ്ഞാൽ എല്ലാ ഉദ്യോഗസ്ഥരും ഒരുപോലെ കുഴപ്പക്കാരാവണം ആകുമെന്ന് ഞാൻ പറയുന്നില്ല. കുഴപ്പക്കാരും കാണും, മിടുക്കന്മാരില്ല. ഈ സിസ്റ്റമിക് ഫോൾട്ടില് ഒരു പൊളിറ്റിക്കൽ ഇന്റർവെൻഷൻ ഒരു കോസാണ്, ഒരു കാരണം. പക്ഷെ അത് ഒരു കാരണം മാത്രം. ഇനി അടുത്ത ഒരുപാട് കുറെ കാരണങ്ങൾ. പോലീസ് അന്വേഷണം നടക്കുന്നത്, ഈ സുകുമാരക്കുറുപ്പ് എന്ന വ്യക്തി ഇത്ര നാടും നാട്ടുകാരും സംവിധാനം, അതായത് സർക്കാർ സംവിധാനം, പോലീസ് ഉൾപ്പെടെയുള്ള സർക്കാർ സംവിധാനം, ഇതെല്ലാം കൂടെ ചേർന്ന് അന്വേഷിച്ചിട്ടും ഒരു മനുഷ്യനെ കിട്ടുന്നില്ലെങ്കിൽ അയാൾ മിസ്സിംഗ് അല്ല, അയാൾ അബ്സ്കോണ്ടിങ് ആണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് മിസ്സിംഗ് കേസ് അല്ല, മാൻ മിസ്സിംഗ് കേസ് ഉണ്ട്. ഇപ്പൊ ഒരു കുട്ടിയെ കാണാതായി, ഒരു വീട്ടിൽ നിന്ന് ഒരു അമ്മമ്മയെ കാണാതായി, അല്ലെങ്കിൽ ഒരു സ്ത്രീയെ കാണാതായി, അങ്ങനത്തെ കേസ് അല്ല ഇത്. ഇതൊരാൾ അബ്സ്കോണ്ടിങ് ആണ്. അപ്പോ ഈ അബ്സ്കോണ്ടിങ് ആയ ഈ കേസിൽ ഈ വ്യക്തിയെ ഇത്രയും നാൾ പിടിക്കാൻ പറ്റിയില്ല. അപ്പൊ പിന്നെ പെട്ടെന്ന് എന്തുകൊണ്ടാണ് ഈ വ്യക്തിയെ പിടിക്കാനായിട്ട് ഇപ്പൊ ഒരു വിളി വന്നത്? ഉണ്ടിരുന്ന ആർക്കൊരു വിളി വന്നു എന്ന് പണ്ട് പറഞ്ഞ പോലെ പെട്ടെന്ന് ഈ സുകുമാരക്കുറുപ്പിനെ പിടിക്കണമെന്ന് പറഞ്ഞിട്ട് സർക്കാരിന് ഒരു വിളി വന്ന എന്താണ്? അതിനൊരു കാരണം എനിക്ക് തോന്നുന്നത്, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം സുകുമാരക്കുറുപ്പിന്റെ വസ്തുവകകൾ ഇതുവരെ സർക്കാർ കണ്ടുകെട്ടുകയോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ അന്യാധീനപ്പെടുകയോ ചെയ്തിട്ടില്ല. ആലപ്പുഴയിലുള്ള അയാള് പണി തുടങ്ങി, ഏതാണ്ട് പണി തീർത്ത് അവസാന ഘട്ടത്തിലെത്തിയ വീട് തൊട്ട് നിരവധി പിന്നെ ലാൻഡഡ് പ്രോപ്പർട്ടി, അല്ലാത്ത നിക്ഷേപങ്ങളും ഒക്കെ കാണും. ആ പ്രോപ്പർട്ടിയും നിക്ഷേപവും പോലീസ് ഇയാള് മരിച്ചുപോയി എന്നൊരു റെക്കോർഡ് കൊടുത്താല് ഇയാളുടെ അനന്തരാവകാശികൾക്ക് ഇനി സ്വസ്ഥമായിട്ട് അത് വിറ്റോ മറ്റു രീതിയിലോ വിഡ്രോ ചെയ്ത് അവർക്ക് മുന്നോട്ട് പോകാം. ഒരുപക്ഷെ അവരുടെ തന്നെ സമ്മർദ്ദമാണോ ഈ കേസ് ഇപ്പൊ പുനരന്വേഷിക്കുന്നതിന്റെ പിന്നിൽ എന്ന് പോലും സംശയിക്കുന്നതിനെ തെറ്റു പറയാൻ പറ്റത്തില്ല. കാരണം പ്രഥമ ദൃഷ്ടിയ അതുപോലെ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരുന്നു. അത് ഒരു ഭാഗത്ത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ സുകുമാരക്കുറുപ്പ് അബ്സ്കോണ്ടിങ് ആയ ഒരു വെറും ഇൻഡിവിജ്വൽ അല്ല. എന്റെ വിലയിരുത്തൽ സുകുമാരക്കുറുപ്പ് ഇന്ന് കേരള പോലീസോ ആരും പുറത്തു പറയാതിരിക്കുന്നതായ എന്തോ ഒരു വ്യത്യസ്തമായ ഒരു വിഷയം. സുകുമാരക്കുറുപ്പ് കേസ് നമ്മുടെ പുറത്തുള്ള ഒരു നറേറ്റീവ് ഉണ്ട്, പുറത്തൊരു ആഖ്യാനമുണ്ട്. ആഖ്യാനം എന്താണ്? സുകുമാരക്കുറുപ്പ് 8 ലക്ഷം രൂപ പിന്നെ ഇൻഷുറൻസ് എടുത്തു. ആ 8 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് തുക കിട്ടാൻ വേണ്ടിയിട്ട് സുകുമാരക്കുറുപ്പ് താൻ മരിച്ചു എന്ന് വരുത്തി തീർത്തു. അങ്ങനെ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് അയാൾ ഒരു ശവം മരിച്ചുപോയി എന്ന് വരുത്തി തീർക്കാൻ ഒരു ശവം അന്വേഷിച്ച് കിട്ടിയില്ല. അതിന് പകരം ഒരു മനുഷ്യനെ തന്നെ പിടിച്ച് കൊന്നു ചുട്ട് ചാമ്പലാക്കി അയാൾ അത് ചെയ്തു. അതാണ് പറയുന്നത്. അപ്പൊ മോട്ടീവ് ഇതാണ്. ഏതൊരു കേസിനും കേസ് കോടതിയിൽ പോകുമ്പോൾ തെളിയണ മോട്ടീവ് വേണം, കൃത്യമായ മോട്ടീവ് ആയിരിക്കണം. പോലീസിന് ആ മോട്ടീവ് കണ്ടുപിടിക്കാൻ പറ്റും. പോലീസ് ഈ കേസിൽ നേരത്തെ തന്നെ മോട്ടീവ് അങ്ങ് പ്രഖ്യാപിച്ചു. ആദ്യം അന്വേഷണം തുടങ്ങിയ സമയത്ത് തന്നെ മോട്ടീവ് പ്രഖ്യാപിച്ചു, ഇന്ന കാര്യത്തിനാണ്. ഇനിയിപ്പോ ആ മോട്ടീവ് മാറ്റാൻ പറ്റില്ല. ഇൻഷുറൻസ് തുക, എന്റെ വിലയിരുത്തലിൽ കേരള പോലീസിന്റെ അന്വേഷണത്തിലെ ആദ്യത്തെ തെറ്റെന്ന് പറയുന്നത് അത് ഏറ്റവും ഇതിനെ മാരകമായ തെറ്റെന്ന് പറയുന്നത് ഈ ഇൻഷുറൻസ് തുകയ്ക്ക് വേണ്ടി സുകുമാരക്കുറുപ്പ് കൊലപാതകം നടത്തിയെന്ന വാദഗതിയാണ്. ഇത് ഞാൻ പറയുമ്പോൾ ഞാൻ ഈ അടുത്ത ദിവസം കേരളത്തിലെ ഒരു മുഖ്യധാരാ ചാനലില് ഒരു ചർച്ച കണ്ടു. ആ ചർച്ചയിൽ സുകുമാരക്കുറുപ്പിനെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് എടുത്ത സിനിമ എഴുതിയ അയാൾ അതിനകത്തിലുണ്ടാകും. ജിതിനെന്നോ എന്തോ ആണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ അദ്ദേഹം ഞാനിത് കാലാകാലങ്ങളായിട്ട് ചിന്തിച്ചാണ്, പക്ഷെ അദ്ദേഹം ഞാൻ ഈ പറഞ്ഞ അഭിപ്രായം ആവർത്തിക്കുന്നത് ഞാൻ കേട്ടു. അതായത് സുകുമാരക്കുറുപ്പ് ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാനാണ് ഈ ഒരു കൊലപാതകം നടത്തിയെന്നുള്ളത് അത് വിശ്വസനീയമല്ല. എന്തെന്നാൽ സുകുമാരക്കുറുപ്പ് വലിയൊരു കോടീശ്വരനായി. അന്ന് അയാൾ ആലപ്പുഴ പണിയുന്ന വീടിന് തന്നെ അന്നത്തെ കാലത്ത് ഏതായാലും 8 ലക്ഷം രൂപയോളം വരുമെന്ന് തന്നെയാണ് ഞാൻ ഊഹിക്കുന്നത്. 1985 ഒക്കെ അത്രയും വില വരുന്ന അത്രയും മനോഹരമായ ഒരു വീടാണ് ഹൈവേയുടെ സൈഡിലായ വലിയ തുകയാണ്, വലിയ കെട്ടിടമാണ്. അപ്പോ സുകുമാരക്കുറുപ്പ് ഈ ഒരു ലക്ഷ്യത്തിനായിരിക്കണമെന്നില്ല ഇത് ചെയ്തത്.
അപ്പൊ ഞാൻ ഈ അന്വേഷണത്തിന്റെ മറ്റ് ഘടകങ്ങളിലേക്ക് നമുക്ക് പോകുന്നതിന് മുമ്പ് ഈ നറേറ്റീവിന്റെ സമൂഹത്തിൽ പോലീസ് ഉൾപ്പെടെയുള്ളവര് പറഞ്ഞു പരത്തിയ നറേറ്റീവിന്റെ ആന്തരിക വൈരുദ്ധ്യങ്ങളെ കുറിച്ചിട്ട് ഞാൻ പറയാം. അതായത് ഈ നറേറ്റീവ് പ്രകാരം കുറുപ്പ് ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാനായിട്ട് ഈ ചാക്കോ എന്ന വ്യക്തിയെ കൊലപ്പെടുത്തും. അതിനു മുമ്പ് കുറുപ്പിന്റെ അത്ര ഉയരവും, അതായത് സാധാരണ സിനിമയിൽ ഡമ്മി, നമ്മളെ ഈ സിനിമയിലൊക്കെ തന്നെ ഡ്യൂപ്പുണ്ട്. പല റിസ്കി രംഗങ്ങളും നായക നടൻ ചെയ്യില്ല. നായക നടന്റെ അത്രയും തന്നെ ഹൈറ്റും ഏതാണ്ട് അത്രയും വെയിറ്റും ഒക്കെ തോന്നുന്ന ഒരു ഡ്യൂപ്പ് ആണ് ആ റിസ്കി സീൻ ചെയ്തത്. അപ്പൊ സുകുമാരക്കുറുപ്പ് ഒരു ഡ്യൂപ്പിനെ അന്വേഷിച്ച് നടന്നു. ആ ഈ പുറത്തു വരുന്ന കഥകൾ പ്രകാരം പോലീസ് പറയുന്ന കഥ എന്ന് തന്നെ ഞാൻ പറയും. പോലീസ് മാധ്യമങ്ങൾക്ക് കൊടുത്തു. മാധ്യമങ്ങൾ എവിടുന്ന പത്രപ്രവർത്തകരായിരുന്നു എനിക്ക് ഇപ്പോൾ ചോദിച്ചു. ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ അന്വേഷിച്ചു, അവിടെ നിന്നും കിട്ടിയില്ല. അപ്പൊ പിന്നെ പുള്ളിക്കൊരു ആശയം തോന്നി, റോഡിൽ കൂടെ പോകുന്നവനെ പിടിച്ചു കൊന്ന് ഇങ്ങനെ ചെയ്യാമെന്ന്. പക്ഷെ അതിൽ എനിക്കൊരു യുക്തിയും തോന്നുന്നില്ല. ഈ ചാക്കോ എന്ന് പറയുന്ന വ്യക്തിയെ, ഇതുപോലൊരു വ്യക്തിയെ കിട്ടുമെന്നുള്ളതിന് എന്താണ് ഉറപ്പ്? അത് പിന്നെ അങ്ങനെ വല്ല ഉറപ്പുണ്ട്? ഇല്ല, എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പം പ്രശാന്തിനെ ഇതിന്റെ സൈസുള്ള ഒരു വ്യക്തിയെ കണ്ടുപിടിക്കണമെങ്കിൽ അത്ര എളുപ്പമൊന്നും അല്ല. അതെ, പ്രശാന്ത് കുറെ നാള് ബുദ്ധിമുട്ടേണ്ട വരും. ഇനി കണ്ടെത്തിയാൽ മാത്രം പോരല്ലോ, അവൻ പ്രശാന്തിന്റെ കൂടെ വരണ്ടേ? അവനെ അങ്ങനെ ചുമ്മാ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുമോ? ഇതൊക്കെ ഏതോ പിന്നെ കുട്ടികളോട് പറഞ്ഞു തരും. നമ്മൾ രാത്രി പിള്ളേരെ ഉറക്കാനായിട്ട് പറഞ്ഞു കൊടുക്കുന്ന കഥകളുടെ ഒരു ഗൗരവമേ ഈ കഥയ്ക്കുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. ചാക്കോയെ ഒരുപക്ഷെ ബലം പ്രയോഗിച്ച് തട്ടിയെടുത്തായിരിക്കും. ഒരു പക്ഷേ സുകുമാരക്കുറുപ്പിന്റെ സഹായികളായ പൊന്നപ്പനും ഭാസ്കര പിള്ളയും മറ്റാൾക്കാർക്കും ചാക്കോയെ നേരത്തെ തന്നെ അറിയാമായിരുന്നിരിക്കണം. അപ്പോ അവരുടെ മനസ്സിൽ ഉണ്ടായിരുന്ന വ്യക്തി തന്നെ ആയിരിക്കണം ചാക്കോ. പക്ഷെ അത് നമ്മുടെ മുഖ്യ കഥയിൽ അതൊരു വിഷയമല്ല. അത് വേറൊരു കൊലപാതകം, വേറൊരു വിഷയമാണ്. അപ്പൊ നമ്മൾ ഈ കുറുപ്പിനെ തേടി ഉള്ള ഒരു പാട്ട്, അതുപോലെ ഈ അന്വേഷണം മാത്രമാണ് ഞാനിപ്പോ ഇവിടെ പറയുന്നത്. അന്വേഷണത്തെ ഞാൻ അതിന്റെ മോട്ടീവിലേക്കല്ല കടന്നു. പക്ഷെ മോട്ടീവ് പോലീസ് പറയുന്നതിൽ ഒരു വൈരുദ്ധ്യം ഞാൻ കാണും. അത് ഒന്നാമത്തെ. പിന്നെ കുറുപ്പ് എന്റെ വിലയിരുത്തലിൽ ഇത് പോലീസിലെ തന്നെ ഉദ്യോഗസ്ഥര്, അതായത് ഈ കേസ് അന്വേഷിച്ച ചെങ്ങന്നൂർ ഡിവൈഎസ്പി ആയിരുന്ന മിസ്റ്റർ ഹരിദാസ്, അദ്ദേഹം മാധ്യമങ്ങളിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ കേരള ശബ്ദത്തിലെ ഒരു റിട്ടയർഡ് IG, ഞാനിപ്പോ പേര് ഓർക്കുന്നില്ല കൃത്യമായിട്ട്, അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല, ഒരു റിട്ടയർഡ് IG ഒരിക്കൽ ഇത് സംബന്ധിച്ച് ഒരു ലേഖനം എഴുതിയിരുന്നു. ലേഖനമായിരുന്നു ഇന്റർവ്യൂ. അത് വളരെ വർഷങ്ങൾക്ക് മുമ്പാണ്. ആ ഇന്റർവ്യൂവില് എനിക്ക് തോന്നുന്നത്, ഞാൻ മനസ്സിലാക്കുന്ന ആ ഇന്റർവ്യൂവിൽ പറയുന്ന ഒരു കാര്യം, ഈ സുകുമാരക്കുറുപ്പ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ എയർഫോഴ്സിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു പണ്ട്. അന്ന് ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്നും അയാൾക്ക് വിടുതൽ കിട്ടണമായിരുന്നു. കാരണം എയർഫോഴ്സിലെ അന്നത്തെ കാലത്തെ ജോലിയിൽ വലിയ ശമ്പളമൊന്നുമില്ല, ചെറിയ ശമ്പളമാണ്. സുകുമാരക്കുറുപ്പിന്റെ മോഹങ്ങൾക്ക് തൃപ്തി വരണമെങ്കിൽ ഈ ചെറിയ ശമ്പളം കൊണ്ടൊന്നും സാധ്യമല്ല. അപ്പൊ പുള്ളിക്കാരൻ എന്ത് ചെയ്തെന്ന് വെച്ചാല്, എങ്ങനെങ്കിലും ഇതിൽ നിന്ന് പുറത്തു കടന്ന് മറ്റെന്തെങ്കിലും ഒരു തൊഴിലേക്ക് പോകണമെന്ന് കുറുപ്പ് ചിന്തിക്കുന്നു. അന്ന് ഇയാൾക്ക് ഏതോ 27 28 വയസ്സ് എന്തോ ഉള്ള ഒരു കാലഘട്ടത്തിലാണ് അങ്ങനെ ചിന്തിക്കുന്നതെന്നാണ് എനിക്ക് ഒരു ഓർമ്മയിൽ നിന്ന് ഞാൻ പറയുക. അപ്പോ അങ്ങനെ ചിന്തിക്കുന്ന ഘട്ടത്തിൽ ഇയാൾ ഒരിക്കൽ ബോംബെ എയർപോർട്ടിൽ വെച്ച് ഇദ്ദേഹത്തിന്റെ കുടുംബത്തിൽ പണ്ട് അടുക്കളയിൽ ജോലി ചെയ്തിരുന്ന ഒരു സ്ത്രീയുടെ മകളെ അവിടെ വെച്ച് കാണുന്നു, ബോംബെ എയർപോർട്ടിൽ വെച്ച്. ഈ സ്ത്രീയെ വളരെ ചെറുപ്പത്തിലെ തന്നെ സുകുമാരക്കുറുപ്പിന് പരിചയമുണ്ട്. അവർക്ക് തമ്മിൽ ചെറിയ ഒരു ഇഷ്ടമൊക്കെ പണ്ടുണ്ടായിരുന്നു. വീണ്ടും പ്രായപൂർത്തിയായതിനു ശേഷം അവർ കാണുമ്പോൾ ആ ഇഷ്ടം അങ്ങനെ പൂത്തുലഞ്ഞു. സുകുമാരക്കുറുപ്പിന് പോന്ന ഒരു പെണ്ണുമ്പിള്ളയായിരുന്നു അത്. അത് ഓരോ പുരുഷനും ഇപ്പം ഒരാളുടെ ഭാര്യയാവുന്നത് ചിലപ്പോ അവരുടെ എല്ലാ തരത്തിലുമുള്ള ഒരു വ്യക്തിത്വത്തിന് അനുസൃതമായ വ്യക്തിയൊന്നും ആവണമെന്നില്ല പലപ്പോഴും. പക്ഷെ ഏത് റിസ്ക് എടുക്കാനും തയ്യാറുള്ള, പണം സമ്പാദിക്കാൻ എത്രത്തോളം ഏതറ്റം വരെയും പോകാൻ തയ്യാറുള്ള സാഹസികനായ, കണ്ണിൽ ചോരയില്ലാത്ത കുറുപ്പിന് അതേപോലൊരു ഭാര്യയെ, അതേപോലൊരു സ്ത്രീയാണ് അവര്
അങ്ങനെ അവര് ആ തമ്മിൽ അവിടെ വെച്ച് കണ്ടു. ആ പഴയ സുധരെ തന്നോടൊപ്പം ഗൾഫിലേക്ക് വരാൻ കുറുപ്പിനെ വിളിക്കുന്നു. അവിടെയാണ് ആ ഈ കുറുപ്പിന്റെ ജീവിതത്തിന്റെ രണ്ടാം ഘട്ടം തുടങ്ങുന്നത്. ഞാൻ ആ മനസ്സിലാക്കുന്നത് ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ പേര് ഗോപാലകൃഷ്ണപിള്ള എന്ന് എന്തോ ആണ്. അത് എനിക്ക് അത്ര ഓ ഓ ഉറപ്പില്ലെങ്കിലും മറ്റൊരു പേരായിരുന്നു കുറുപ്പിന്. അപ്പോ ആ ആ ഗോപാലകൃഷ്ണപിള്ള ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലി ചെയ്തിരിക്കുന്ന, നമ്മൾ തൽക്കാലത്തേക്ക് ഒരു സൗകര്യത്തിനായിട്ട് ഗോപാലകൃഷ്ണപിള്ള എന്ന് പറയാം. ആ ആ ഗോപാലകൃഷ്ണപിള്ള ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്ന് വിടുതൽ കിട്ടാൻ അയാൾ പല രീതിയിൽ ശ്രമിച്ചു, നടന്നില്ല. ഒടുവിൽ അങ്ങനെ മരിച്ചതായിട്ട് അയാള് ആ രേഖയുണ്ടാക്കുന്നു. ഓ രേഖയുണ്ടാക്കുന്നത് അന്നൊക്കെ ഈ നമ്മുടെ ലോക്കൽ പോസ്റ്റ് ഓഫീസ്, ആ പോസ്റ്റ് ആ ഓഫീസില് അവരെ സ്വാധീനിച്ചാൽ നമുക്ക് ഈ രേഖ ഉണ്ടാക്കാം. അപ്പൊ പോസ്റ്റ്മാന് ആ എന്തെങ്കിലും സംഭാവനകൾ നമ്മൾ കൊടുത്ത അയാൾ നമ്മൾ പറയുന്ന പോലെ ഇയാൾ മരിച്ചുപോയി എന്നൊരു, ഇയാളുടെ പേരിൽ വരുന്ന ഒരു എഴുത്തിന് ഇയാളെ കുറിപ്പ് മരിച്ചുപോയി എന്നുള്ള ഒരു മറുപടി പോസ്റ്റ് ഓഫീസിൽ നിന്ന് പോകും. പിന്നെ ആ സൈന്യത്തിൽ നിന്ന് വരുന്ന അന്വേഷണം ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ, ലോക്കൽ ആ പോലീസിനെയും അയാൾ സ്വാധീനിച്ചു. അങ്ങനെ രേഖകളിലൊക്കെ തന്നെ കുറുപ്പ് മരിച്ചു, കുറുപ്പില്ല, ഇത് കുറുപ്പ് ഗോ അന്ത്യശ്വാസം ആ വലിച്ചു. അല്ല, ആ ക്ഷമിക്കണം, ആ, ഗോപാലകൃഷ്ണപിള്ള ഗോപാലകൃഷ്ണപിള്ള അന്ത്യശ്വാസം വലിച്ചു. ഗോപാലകൃഷ്ണപിള്ള അന്ത്യശ്വാസം വലിച്ചു. അപ്പൊ പിന്നെ അയാൾക്ക് ഇന്ത്യൻ എയർഫോഴ്സിൽ ഇനി ജോലി ചെയ്യേണ്ട കാര്യമില്ല. അവിടുന്ന് അയാള് പിന്നെ പുതിയൊരു അവതാരം വരികയാണ്. ആ അവതാരമാണ് സുകുമാരക്കുറുപ്പ്. പുതിയ വ്യക്തിത്വം, പുതിയ ആകാശം, പുതിയ പുതിയ പേര്. ഭൂമി, പുതിയ പാസ്പോർട്ട് എടുക്കുന്നു. ആ പാസ്പോർട്ടിൽ സുകുമാരക്കുറുപ്പ് സൗദിക്കോ ഗൾഫിലേക്ക് കടക്കുന്നു. സൗദിയാണെന്ന് ആ തോന്നുന്നു ആദ്യം, അത് കഴിഞ്ഞ് ആ അബുദാബിയിലായിരുന്നു. അപ്പോ ആ അങ്ങനെ അയാള് പിന്നെ ഗൾഫിലേക്ക് പോയി. ഇതാണ് അന്ന് അതിൽ എഴുതിയിരിക്കുന്നത്. പക്ഷെ ആ കഥയിൽ പോലും ഒരു വൈരുദ്ധ്യം ഞാൻ കാണുന്നുണ്ട്. കാരണം ആ എയർഫോഴ്സ് ഇങ്ങനെ ഒരു വിഷയം പുറത്തു വന്ന സ്ഥിതിക്ക്, ആ കാരണം ഈ ഈ സുകുമാരക്കുറുപ്പിന്റെ രണ്ടാമത്തെ വിഷയം പുറത്തു വന്നപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ എയർഫോഴ്സ് ഇത് ആരെങ്കിലും അറിയാതിരിക്കില്ല. അവർ ഈ വിഷയത്തിൽ പോലീസുമായിട്ട് ബന്ധപ്പെടുമല്ലോ. ഈ പഴയ ഇയാളുടെ ഉവ്വ് ആദ്യത്തെ മരണത്തിന്റെ അഭിനയം അവര് കേരള പോലീസിനെ അറിയിക്കുമല്ലോ. അല്ലെ, ഈ അതെ സംഭവം അറിയാമായിരുന്ന കേരള പോലീസിലെ ഉദ്യോഗസ്ഥർ എന്തുകൊണ്ട് ഇന്ത്യൻ എയർഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ടില്ല? എന്തുകൊണ്ട് ബന്ധപ്പെട്ടില്ല? ഈ ചോദ്യത്തിന് എന്തായാലും മറുപടി ഉണ്ടോ? ഒരു മറുപടിയില്ല. ആരും ഉവ്വ് ചോദിക്കുന്നത് ഞാൻ ഉം കേട്ടിട്ടില്ല. ഉം അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് മുഴുവൻ വൈരുദ്ധ്യങ്ങളുടെ ഒരു ഒരു യക്ഷിക്കഥയാണ്. ആ ഇത് ഈ പോലീസ് ക്രിയേറ്റ് ചെയ്ത കഥ ആയതുകൊണ്ടാണ് ഇതിനകത്ത് ഈ ആന്തരിക വൈരുദ്ധ്യങ്ങളുള്ളത്. കാരണം ആ ഈ യഥാർത്ഥ ഒരു സംഭവം നമ്മൾ പറയുകയാണെങ്കിൽ ആ അതിൽ വൈരുദ്ധ്യങ്ങൾ സംഭവത്തിന് ഉണ്ടാവില്ല. പിന്നിൽ കഥയുണ്ട്. ഇനി അഥവാ ആ വൈരുദ്ധ്യം ഉണ്ടാവില്ല, വിരോധാഭാസം ചിലപ്പോൾ ഉണ്ടാവും. അങ്ങനെ വിരോധാഭാസം ഉണ്ടെങ്കിൽ അത് ആ സംശയം മാറ്റാനുള്ള യുക്തിസഹമായ വിശദീകരണവും അവിടെ ഉണ്ടാവും. പക്ഷെ ഈ ആ ഇവിടെ വൈരുദ്ധ്യമാണ്, വിരോധാഭാസമല്ല. ആ വൈരുദ്ധ്യമായിട്ട് നിൽക്കുക. അപ്പൊ ആ അതങ്ങനെ നിൽക്കുന്നു. ഇനി ഈ കുറുപ്പെന്ന് പറയുന്ന വ്യക്തി ആ ഈ കൊല അയാള് ചെയ്തു എന്ന് നമ്മൾ പറയുന്ന കൊല അയാൾ ചെയ്തതിന് ശേഷം ആ അയാള് പിന്നെ ഒരു വർഷങ്ങളോളം നാട്ടിലുണ്ടായിരുന്നു എന്ന് പറയുന്നു. അന്നെന്താ പോലീസ് ഒന്നും കൃത്യമായി അന്വേഷിക്കാതിരുന്നത്? ഈ പോലീസ് അന്വേഷണം, പോലീസ് നമ്മൾ പോലീസിനെ നല്ല കുട്ടിയായിട്ട് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. പോലീസിന്റെ കഴിവുകേട് പറയേണ്ടടുത്ത് പോലീസിന്റെ കഴിവുകേട് തന്നെ പറയണം. കേരള പോലീസ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സേനയാണെന്ന് ആവർത്തിക്കുന്നത് അത് ഓരോരുത്തർക്കും അതിൻ്റെതായ താല്പര്യം കാണുമായിരിക്കാം. പക്ഷേ ഉം ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കുക. ഈ 2005 ആലപ്പുഴയിൽ നിന്നും രാഹുൽ എന്ന ഒരു കുട്ടിയെ കാണാതായ സംഭവം എനിക്ക് ഓർമ്മയുണ്ട്. ആലപ്പുഴയിലാണ് ഈ ഉവ്വ് വിഷയം, സുകുമാരക്കുറുപ്പിന്റെ വിഷയം സംഭവിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആലപ്പുഴയുടെ ഉദാഹരണം എടുത്തത്. രാഹുൽ ആ എന്ന കുട്ടിയെ കാണാതായി. അത് മിസ്സിംഗ് ആണ്, കാണാതായി. മാൻ മിസ്സിംഗ് അതെ കേസാണ്, അബ്സ്കോണ്ടിങ് അല്ല. എന്നിട്ട് അല്ല, ആ രാഹുലിനെ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. ഇല്ല കിട്ടിയിട്ടില്ല. ഈ കിട്ടിയിട്ടില്ല. രാഹുൽ എന്ന് പറയുന്ന കുട്ടി ഏതായാലും അന്താരാഷ്ട്ര ബന്ധങ്ങളുള്ള കള്ളക്കടത്തുകാരനായിട്ടുള്ള ഏതെങ്കിലും സംഘടനയുടെ സഹായം സ്വീകരിക്കുന്ന ഒരാളുമല്ല. ആ കുട്ടിയെ അല്ല. കിട്ടിയിട്ടില്ലല്ലോ. പത്രപ്രവർത്തകനായ മാവേലിക്കര രാമേന്ദ്രനെ തിരുവനന്തപുരത്ത് നിന്ന് മിസ്സിംഗ് ആയി. പോലീസിന് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയോ? അതുപോലെ ഇല്ല. പത്രപ്രവർത്തകനായിരുന്ന നമ്മുടെ സോണിയം ഭട്ടതിരിപ്പാടിനെ സോണിയം ട്രെയിൻ യാത്രക്കിടയിൽ ഭട്ടതിരിപ്പാട് കാണാതായി. കാണാതെ. മൂകാംബിയെന്ന് പിന്നെ ചെറുവത്തൂരിലേക്ക് വരുമ്പോൾ കാഞ്ഞങ്ങാട്ട് വെച്ച് കാണാതായി. എന്തെങ്കിലും വിവരമുണ്ടോ? ഉവ്വ് കേരളത്തിൽ എത്ര ആൾക്കാരാണ് ദിവസവും കാണാതാവുന്നത്?
എത്ര ആൾക്കാർ? നൂറുകണക്കിന് ആൾക്കാർ. ഇതിൽ എത്ര പേരെയാ പോലീസ് പിടിക്കുന്നത്? വളരെ കുറച്ച് പേര്. അപ്പം ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതിലെ ആന്തരിക വൈരുദ്ധ്യമാണ് മറ്റൊരു കാര്യം. ഇനി അടുത്ത വിഷയം, ഞാൻ ഇനി പറയാൻ ഉദ്ദേശിക്കുന്ന അടുത്ത വിഷയം, ആരായിരിക്കണം സുകുമാരക്കുറുപ്പ്? എന്റെ ഊഹത്തിൽ ഞാൻ മറ്റൊരു പോസിബിലിറ്റിയിലേക്ക്, ഇത് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാനൊരു പോസിബിലിറ്റി പറയുക. അതായത് ലോകത്തെമ്പാടുമുള്ള ചാരസംഘടനകൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് സുകുമാരക്കുറുപ്പ് ആദ്യം ചെയ്തത്. സുകുമാരക്കുറുപ്പ് മരിച്ചതായിട്ടുണ്ടാക്കി പുതിയൊരു വ്യക്തിയായിട്ട് അയാൾ രംഗത്ത് വരും. അതായത് ഗോപാലകൃഷ്ണനുള്ള ഇല്ലാതായി സുകുമാരക്കുറുപ്പ് വന്നു. ഇത് ചാരസംഘടനകൾ ചെയ്യുന്ന, പണ്ട് മൊസാദ് അങ്ങനെ ചെയ്യുമായിരുന്നു. മൊസാദിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ചാരനായ ഏലി കോഹൻ അങ്ങനെയാണ്. ഏലി കോഹന്റെ ചരിത്രത്തിൽ അങ്ങനെയാണ്. ആ ഏലി കോഹൻ ഇതേ രീതിയിലാണ്. അപ്പോ അയാൾ എന്നിട്ട് ഒരു അറബിയായിട്ട്, കമാൽ എന്ന അറബിയായിട്ട് സിറിയയെ താമസിച്ചു. സിറിയയുടെ രഹസ്യങ്ങളൊക്കെ മനസ്സിലായി. അവസാനം ഗോലാൻ കുന്നുകൾ പിടിച്ചെടുക്കാനായിട്ട് ഇസ്രായേലിന് കഴിഞ്ഞത് ഈ പഴയ ഏലി കോഹന്റെ സഹായത്തിലാണ്. അതെ. അപ്പൊ സുകുമാരക്കുറുപ്പ് രണ്ടാമത് വീണ്ടും മരണം അഭിനയിക്കാൻ താൻ മരിച്ചതായിട്ട് വരുത്തി തീർത്തത് ഇതുപോലെ എന്തെങ്കിലും ശ്രമം അല്ലായിരുന്നു? എന്റെ ഒരു ചോദ്യമാണ്. ഇയാൾ അങ്ങനത്തെ ഒരു ചാരനായിരുന്നെങ്കിൽ ഇയാൾ ആരുടെ ചാരനായിരുന്നു? ഇയാള് ഇന്ത്യയുടെ ചാരനാണോ അതോ ഇയാൾ ഏതെങ്കിലും വിദേശ രാജ്യത്തിന്റെ ചാരനാണോ? കാരണം ഈ അന്വേഷണത്തെ പല തട്ടുകളിൽ പിടിച്ചു കെട്ടുന്നത് ആരാണ്? ഏതോ ഒരു അതിശക്തമായ ഒരു ശക്തി ഇയാളുടെ കൂടെ ഉണ്ടെങ്കിൽ അത് വെറും കേരളത്തിലെ ഒരു സാധാ രാഷ്ട്രീയക്കാരനാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അത്ര ഹൈ പ്രൊഫൈൽ കേസാണ്. അപ്പൊ ഈ കേസ് ആരൊക്കെയോ ഏതൊക്കെയോ പോയിന്റിൽ അട്ടിമറിക്കുന്നു. ഇത് ഒരുപാട് കള്ളങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നു. രത്നമ്മ എന്നൊരു നേഴ്സ് ഇയാൾ ഏതാണ്ട് സന്യാസിയായെന്ന് പറഞ്ഞു. ഈ ഈ 8 ലക്ഷം രൂപ തട്ടിയെടുത്ത് ജീവിത സുഖം ആസ്വദിക്കാനായിട്ട് ശ്രമിച്ച ആൾ അവസാനം സന്യാസി. ഇതെന്താ കാവ്യവസ്ത്രം കൊടുക്കുന്ന അത്ര എളുപ്പമായിട്ടുള്ള പണിയാണ്. ഇതിലെല്ലാം തന്നെ ഈ പണ്ട് 1980-കളുടെ ഒടുവില് 84-ലെ സംഭവം നടക്കുന്നു. ഒരു 86-87 കാലഘട്ടത്തിൽ എനിക്കറിയാം ആലപ്പുഴ ജില്ലയിൽ നിറയെ പോലീസ് റെയ്ഡുകളാണ്. ഇന്ന വീട്ടിൽ, ഈ കരുവാറ്റയിൽ തന്നെ ഒരിക്കൽ ഒരു വീട്ടിൽ പോയി ഈ സംഭവം നടന്ന കരുവാറ്റയില് ഒരു വക്കീലിന്റെ വീട്ടിൽ സുകുമാരക്കുറുപ്പ് ഒളിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞ് 1000-ഓളം ആൾക്കാർ വീട് പറഞ്ഞ സംഭവം ഉണ്ടായി. അവിടെ ഒന്നും സുകുമാരക്കുറുപ്പില്ലായിരുന്നു. ഇത് അന്വേഷിച്ച ഒരു റിട്ടയർഡ് IG പറഞ്ഞത് ഈ സുകുമാരക്കുറുപ്പ് എന്ന് പറഞ്ഞ് പല SI-മാരും പോയി പിടിച്ച ആൾക്കാര് വെറും 5 അടി 4 ഇഞ്ചോ 5 അടി 5 ഇഞ്ചും ഒക്കെ പൊക്കമുള്ള ആൾക്കാരായിരുന്നു. സുകുമാരക്കുറുപ്പ് 6 അടിയിലധികം പൊക്കമുള്ള ഏത് ജനക്കൂട്ടത്തിൽ നിന്നാലും നേരെ കാണാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഈ ആന്തരിക വൈരുദ്ധ്യങ്ങള് നിറഞ്ഞ ഒരു കഥ, ഈ കെട്ടുകഥ അങ്ങോട്ട് മാറ്റിയിട്ട് സത്യമായിട്ട് പറഞ്ഞ് ഇതില് ഏറ്റവും ഒടുവിലെ അന്വേഷണം പോലും ദുരൂഹതകളുടെ ആഴവും പരപ്പും വർദ്ധിപ്പിച്ചു എന്നല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടില്ല. ഇത് നമ്മളെ പോലുള്ളവർക്ക് ചർച്ച ചെയ്യാൻ ഒരു വിഷയം കൂടി കനിഞ്ഞ് കേരള പോലീസ് നൽകി. കേരളത്തിലുടനീളം വീണ്ടും ഒരു യക്ഷിക്കഥ വീണ്ടും അവർ സൃഷ്ടിക്കുന്നു. അടുത്ത ലക്ഷ്യത്തിന് വേണ്ടി ആരൊക്കെയോ ചേർന്ന് ഒരു കഥ ഇറക്കുന്നു. എന്തിനാണ് ഈ നാടകം? ഈ നാടകത്തിൽ ഒരു തിരക്കഥ കൂടി ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താം. അതുകൂടെ പറഞ്ഞ് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് തോന്നുന്നു. സുകുമാരക്കുറുപ്പ് ഒരു ഗൾഫിലെ ഒരു രാജ്യത്തുണ്ടെന്നും GCC-യിൽ ഒരു രാജ്യത്തുണ്ടെന്നും അദ്ദേഹം മതം മാറി ഇസ്ലാം മതം സ്വീകരിച്ചെന്നും അവിടെ ഒരു പള്ളിയിൽ മതപുരോഹിതനായിട്ട് ജീവിക്കുകയാണെന്നും എന്നൊരു കഥ കൂടി പിന്നീട് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അതും കൂടി പറഞ്ഞ് ഇതൊന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാമെന്ന് തോന്നുന്നു. അതെ, അത് ശരിയാണ്. ഞാനും ആ കഥ ഇതൊക്കെ പണ്ട് കേരളത്തിലെ മാധ്യമങ്ങളിലൊക്കെ നിരന്തരം വന്നിരുന്നതാണ്. ഇദ്ദേഹം ഈ മെദീനയിലെ ഒരു പള്ളിയിലെ ഇദ്ദേഹം ഒരു മതപുരോഹിതനായിട്ട് അവിടെ ഉണ്ടെന്നും ഇയാളെ കേരളത്തിൽ നിന്ന് പോലെ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ കണ്ടെന്നും, പക്ഷെ അവിടെ വെച്ചിട്ട് മറ്റൊന്നും ചെയ്യാൻ സാധിക്കില്ല. അവർക്ക് രണ്ടുപേർക്കും പരസ്പരം മനസ്സിലായി ആരാന്നൊക്കെ. പക്ഷെ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടതായിട്ട് പോലും അറിഞ്ഞതായിട്ട് പോലും ഭാവിച്ചില്ല എന്നൊക്കെ പറഞ്ഞാണ് ഇതൊക്കെ കഥയൊക്കെ വരുന്നത്. ഇതൊക്കെ തന്നെ ഞാൻ നോക്കിയിട്ട് ഈ കഥകളെല്ലാം പോലീസിൽ നിന്നാണ് വരുന്നത്. പോലീസാണ് ഈ കഥകളുടെ ഒക്കെ ഉത്ഭവസ്ഥാനം. പക്ഷെ എന്റെ ഒരു സംശയം, ഈ എന്തുകൊണ്ടാണ് ഇയാള് ഒരു തവണ മരണം അഭിനയിച്ച വ്യക്തിയാണ്. ഇയാൾ എയർഫോഴ്സിൽ ജോലി ചെയ്തു എന്നാണ് ഞാൻ പറഞ്ഞ ഈ മുഖ്യധാരാ മാധ്യമത്തിൽ ആ സംവിധായകനും ഇത് പറയുന്നുണ്ട്. അപ്പോ സംവിധാനമല്ല, തിരക്കഥാകൃത്ത്. അപ്പോ അങ്ങനെയെങ്കിൽ എയർഫോഴ്സിനെ എന്തുകൊണ്ട് ബന്ധപ്പെട്ടില്ല? പഴയ ഇയാള്
എയർഫോഴ്സിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നതിന് മുമ്പുള്ള ഇയാളുടെ ചരിത്രം എന്തുകൊണ്ട് പോലീസ് കൃത്യമായിട്ട് എടുത്തിട്ടില്ല? ഇയാളുടെ സ്വത്തുക്കളും ഒക്കെ എന്തുകൊണ്ട് സർക്കാരിന് കണ്ടുകെട്ടാൻ പറ്റും? എനിക്കതറിയാൻ വയ്യ. ലീഗലി പ്രശ്നം ഉണ്ടായിരിക്കാം. കാരണം അയാളുടെ മകന്റെ പേരിലോ ഒക്കെ മറ്റേതെങ്കിലും സോഴ്സ് ആണ് കാണിച്ചിരിക്കുന്നെങ്കിൽ അതിൽ നിന്നോ അത് പിന്നെ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റത്തില്ല. മാത്രമല്ല ഈ കൊലപാതകത്തിലൂടെ അയാൾ ഇൻഷുറൻസ് തുക ക്ലെയിം ചെയ്തിട്ടുമില്ല. അപ്പൊ പിന്നെ സ്വത്ത് പിടിച്ചെടുക്കാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. ലീഗലി ഒരുപക്ഷെ അതിന് സാധ്യത കുറവായിരിക്കാം. എന്തായാലും ശരി, ഈ കഥയൊന്ന് നിർത്തി കിട്ടിയാൽ മതി എന്നാണ് ഞാൻ പറയുന്നത്. സുകുമാരക്കുറുപ്പിനെ പിടിക്കുന്നത് പോട്ടെ, അത് നടക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഈ കഥകൾക്കെങ്കിലും ഒരു അവസാനം, ഒരു ലോജിക്കൽ എൻഡിങ് വേണം. ഈ നാടകം ഒന്ന് അവസാനിക്കട്ടെ. ഈ കുറെ നാളായിട്ട് കേരളത്തിൽ നടക്കുന്ന ഈ പൊറാട്ട് നാടകം, ഈ യക്ഷിക്കഥ, ഇത് ഏതെങ്കിലും പിന്നെ ഒരു എന്താണ് സൂര്യകാലടി നമ്പൂതിരി വന്ന് ഈ കഥയൊന്ന് ഈ യക്ഷിയെ ഒന്ന് പിടിച്ചു കെട്ടി ഏതെങ്കിലും ഒരു പാലമരത്തിന് ആണി അടിക്കട്ടെ. അങ്ങനെ ഒരു സൂര്യകാലടി വരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ ചർച്ച നിർത്താം. എന്തായാലും ശരി, എന്തായാലും ഈ നിറം പിടിപ്പിച്ച കഥകൾ ഒന്ന് അവസാനിക്കട്ടെ. അതെ അതെ, കുമാരക്കുറുപ്പ് പിടിയിലായാലും ഇല്ലെങ്കിലും അതെ, പുതിയൊരു നിഗമനം എത്തുകയാണെങ്കിൽ, ഔദ്യോഗിക നിഗമനം എത്തുകയാണെങ്കിൽ അത് സംബന്ധിച്ച് നമുക്ക് കൂടുതൽ ചർച്ചകളുമായിട്ട് വീണ്ടും നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിലെത്താം. അതിന് ഉടൻ തന്നെ ഇടമെടുത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും കേട്ടിരുന്നവർക്കും നമുക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരു നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. നന്ദി, നമസ്കാരം. നന്ദി.